ഒരു സീറോ ബാലൻസിൽ ഒരു മനുഷ്യന് ജീവിതം എത്തിപ്പിടിക്കാൻ കഴിയുന്ന ഒരു ദൈവ സംവിധാനമാണ് ഉടമ്പടി. എന്താ അങ്ങനെ പറയാമെന്നറിയാവോ? കഴിഞ്ഞ ദിവസം ആശ്വലി എന്നും പറഞ്ഞ യാക്കോബ സഹോദരി, ഒരു മോളാണ്, അവൾ സാക്ഷ്യം പറഞ്ഞത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. അവൾ ഇവിടെയെങ്കിലും അല്ല, ശരിക്കും നീലഗിരിയിലാണ്. നീലഗിരിയിൽ നിന്നൊക്കെ ആ കുഞ്ഞ് ഇവിടം വരെ വരണമെന്നുണ്ടെങ്കിലേ അതൊന്ന് ചിന്തിച്ച് നോക്കിയേ, എന്തുമാത്രം ഇൻവെസ്റ്റ്മെൻറ്റാണ് ചെയ്യണത്. അവളുടെ പ്രോബ്ലം വെച്ച് കഴിഞ്ഞാൽ അവളിങ്ങനെ OET-യെക്കുറിച്ച് ചിന്തിച്ചിട്ട് കൂടിയില്ല. എന്താ ചിന്തിക്കാൻ പറ്റാത്തത്? ചിന്തിക്കാൻ പറ്റാത്തത് അവൾ മലയാളം മീഡിയമാണ്, അതുകൊണ്ടാണ്. അതാണ് ചിന്തിക്കാൻ പറ്റാത്തത്. മലയാളം മീഡിയം ആകുമ്പോൾ അവൾ അതിന് സ്വന്തമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. എനിക്ക് ഗ്രാമറുണ്ട്, മിസ്റ്റേക്കുണ്ട്, അവർ സംസാരിക്കുന്നതനുസരിച്ച് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഈ സാക്ഷ്യങ്ങളെല്ലാം കേട്ടപ്പോൾ അവർക്കൊരു സ്വപ്നം രൂപപ്പെട്ട് വരും. എനിക്കപ്പോഴാണ് മനസ്സിലായത് നമ്മുടെ സ്വപ്നങ്ങളെല്ലാം ഈ സാക്ഷ്യത്തിൽ ഉറങ്ങിക്കിടക്കുന്നുണ്ടെന്ന്. ഓരോരുത്തരും രക്ഷപ്പെട്ടു വരുന്നത് എങ്ങനെയാണ്? ഈ സാക്ഷ്യം അവർ അങ്ങനെ ചിന്തിച്ചിട്ട് കൂടിയില്ല ജീവിതത്തിൽ, പക്ഷേ സാക്ഷ്യം അവർക്ക് സ്വപ്നങ്ങൾ നൽകുന്നു. എന്താണ്? ഇക്കാലത്തെ മനുഷ്യർക്ക് മറ്റു മനുഷ്യരുടെ അനുഭവങ്ങൾ കേൾക്കുമ്പോൾ അവർക്ക് അതുപോലെ കർത്താവ് ഇന്നും ജീവിക്കുന്നു, കർത്താവ് എൻ്റെ ജീവിതത്തിലും എൻ്റെ കണ്ണീരും തുടക്കും, എന്നെയും കർത്താവ് ഉയർത്തും എന്ന്. അപ്പോൾ ഈ ഒന്നാമത്തെ ഒരു ഉടമ്പടി വർക്ക് ചെയ്യുമ്പോൾ തന്നെ തുടങ്ങുമ്പോൾ തന്നെ ഞങ്ങൾ പറയണത് ഇത് വർക്ക് ചെയ്യേണ്ടത് നോട്ട് ബൈ മെറിറ്റിലാണെന്ന് പറയും. എനിക്കതിൻ്റെ അർത്ഥമൊന്നും ആദ്യം അറിയാൻ പാടില്ലായിരുന്നു. ഇപ്പോൾ ഈ സാക്ഷ്യങ്ങളൊക്കെ ആൾക്കാരെ പറയാൻ തുടങ്ങിയപ്പോഴൊക്കെ മനസ്സിലായത് ഈ നോട്ട് ബൈ മെറിറ്റ് എന്തുമാത്രം ആഴമാണെന്ന്. മനുഷ്യൻ്റെ മുഴുവൻ പ്രശ്നം അതാണല്ലോ, മെറിറ്റില്ലാത്തതാണല്ലോ. നമ്മുടെ യോഗ്യത കൊണ്ടല്ല, കർത്താവിൻ്റെ കൃപ കൊണ്ടാണ്. അത് പറയുമ്പോൾ ഈസിയാണ്, പക്ഷെ അതൊരു ജീവിതമാണ്, ഒരു ജീവിത സാകല്യമാണ്. നോട്ട് ബൈ മെറിറ്റ്. ഇവിടെ എല്ലാം നഷ്ടക്കൊടാലി ആയിരിക്കുന്നത് മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷെ ഒരു മനുഷ്യൻ മെറിറ്റ് ഇല്ലെങ്കിൽ അവർ ഒന്നും അല്ലെന്നാണ് ലോകം പറയണത്. പക്ഷെ ഒരു മനുഷ്യൻ മെറിറ്റില്ല, യോഗ്യത ഇല്ലെങ്കിൽ അവരെ എല്ലാം ആക്കാമെന്നാണ് കർത്താവ് നൽകുന്ന പ്രത്യാശ വാഗ്ദാനം. കൈയടിച്ച് കർത്താവ് അനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും ബലഹീനതയിൽ ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. കൃപയാലേ 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 കൃപയാലനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇട്ടിച്ചുകുത്തി പറ, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ എന്ന് പറയുന്നത് ആരാണെന്നറിയാമോ? കെറൂബുകളാണ്. കർത്താവിൻ്റെ സന്നിധി നിൽക്കുന്ന ലക്ഷോപലക്ഷം കെറൂബുകൾ അവിടെ ചിറകടിച്ചുകൊണ്ട് പെരുവെള്ളത്തിൻ്റെ ഇരച്ചിൽ പോലെ മുഴക്കുന്ന ദൈവത്തിൻ്റെ മഹത്വമാണ്. എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സ്തുതിക്കട്ടെ, സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. ബലഹീനതയിൽ ബലമേകി ബലവാനായോ നടത്തിടുന്നു. കൃപയാലേ 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 കൃപയാ അനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും. അപ്പം നോട്ട് ബൈ മെറിറ്റ് എന്ന് പറഞ്ഞാൽ പിന്നെ സുവിശേഷം പറയും, പിന്നെ എന്തുകൊണ്ടാണ് എന്ന് പറയും. എന്തുകൊണ്ടാണ്? ബട്ട് ബൈ ഗ്രേസ്. നിങ്ങളുടെ യോഗ്യത കൊണ്ടല്ല, പിന്നെ ദൈവത്തിൻ്റെ കൃപ കൊണ്ട്. അതാണ് വിഷയം. പിന്നെ നമ്മുടെ മുമ്പിലുള്ള ഒരു ഓപ്ഷൻ അല്ലെങ്കിൽ ചാലഞ്ച് എന്താണ്? നമ്മുടെ യോഗ്യത അല്ലെങ്കിൽ പിന്നെ ദൈവത്തിൻ്റെ
കൃപയാണല്ലോ. ഈ കൃപയാണ് ഉടമ്പടി ടാർഗറ്റ് ചെയ്യണത്. ഇറ്റ് ഇസ് നോട്ട് ബ്ലെസ്സിങ്. എപ്പോഴും പറയാം അല്ലേ, അച്ഛൻ എപ്പോഴും പറയും നോട്ട് ബ്ലെസ്സിങ്. ബ്ലെസ്സിങ് അല്ല, ഒരു അനുഗ്രഹമല്ല ഉടമ്പടി ലക്ഷ്യം വെക്കുന്നത്. പിന്നെ എന്താണ്? കൃപ. ദ പവർ ഓഫ് ഗോഡ്. ദ പവർ ഓഫ് ഗോഡ് ദൈവത്തിൻ്റെ ശക്തിയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ശക്തി ഡൗൺലോഡ് ചെയ്യേണ്ട ഒരു സാഹചര്യം, അത് എങ്ങനെയാണ് ദൈവത്തിൻ്റെ ശക്തി നമ്മളിലേക്ക് ആവസിപ്പിക്കുന്നത്? അതാണ് പ്രക്രിയയാണ് ഉടമ്പടിയിലുള്ള അഭ്യാസങ്ങളെല്ലാം. മനസ്സിലാകുന്നുണ്ടോ അച്ഛൻ പറയുന്നത്? അതായത് നോട്ട് ബൈ മെറിറ്റിലാണ് വർക്ക് ചെയ്യേണ്ടത്. അത് Ephesians 2:8 ബേസിക് വേർഡ്. ഓരോ ഉടമ്പടി ധ്യാനത്തിൽ ഞാനിത് ആവർത്തിക്കും, കാര്യം ഇതിൻ്റെ ഫൗണ്ടേഷനാണ്. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ദൈവത്തിൻ്റെ, നമ്മുടെ യോഗ്യത കൊണ്ടല്ല, ദൈവത്തിൻ്റെ കൃപ കൊണ്ട്. കൃപ കൊണ്ടാണെങ്കിൽ നമ്മൾ പിന്നെ എന്തിനാണ് ഉന്നം വെക്കണത്? കൃപയല്ലേ. കൃപയെ ഉന്നം വെക്കുമ്പോൾ നമ്മൾ അറിയണം ബേസിക്കായിട്ട് വാട്ട് ഇസ് ഇറ്റ്? കൃപ ദ പവർ ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ ശക്തിയാണ്. ശക്തിയുടെ ഇഫക്റ്റാണ് അനുഗ്രഹങ്ങളെന്ന് പറയണത്. നമുക്ക് വേണ്ടത് ഇഫക്റ്റല്ല വേണ്ടത്, നമുക്ക് അത് അനുഗ്രഹം തന്നെ, കൃപ തന്നെയാണ്, ദൈവത്തിൻ്റെ ശക്തി തന്നെയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ശക്തി ആണ് നമുക്ക്, അതാണ് ദൈവത്തിൻ്റെ ശക്തി. അപ്പോൾ ബ്രദർ എന്താ പാടിയത്? ബലഹീനതയിൽ പാടിച്ച് ഒന്നിട്ട് പാടിച്ച് ശ്രുതികട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. ബലഹീനതയിൽ ബലമേകി ബലവാനായോർ നടത്തിയിടുന്നു. ബലഹീനതയിൽ ബലമേകി ബലവാനായോർ നടത്തിയിടുന്നു. കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാലനുദിനവും. അപ്പോൾ ഈ ദൈവത്തിൻ്റെ കൃപ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ശക്തി തന്നെയാണ്. 2 കൊരിന്ത്യർ 12:9. അപ്പോൾ ദൈവത്തിൻ്റെ ശക്തി ആണ് ബലം. ഈ ബലം എങ്ങനെ നമുക്ക് ലഭിക്കണത്? നമ്മുടെ ബലഹീനതയാണ് എൻ്റെ ആസ്തി എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഇതാണ് സുവിശേഷം ലോകവും തമ്മിലുള്ള വ്യത്യാസം. നമ്മളുടെ സുവിശേഷത്തിലെ ആസ്തി ബലമല്ല, ലോകത്തിലെ ആസ്തി ബലമാണ്. ലോകത്തിലെ ആസ്തി ഭദ്രത എന്ന് പറയുന്നത് എന്താണ്? പണം അല്ല, ആരോഗ്യം, സൗന്ദര്യം, വിദ്യാഭ്യാസം. ആസ്തി ഭദ്രത, ബലം എന്ന് പറയുന്നത് എന്താണ്? ഭൗതിക ആനുകൂല്യങ്ങളെല്ലാം ആസ്തി ഭദ്രതയാണ്. പക്ഷേ സുവിശേഷത്തിലെ ആത്മീയതയിൽ വരുമ്പോൾ എന്താ പറയണത്? നമ്മുടെ ആസ്തി ഭദ്രത എന്ന് പറയണത് ബലമല്ല, ബലഹീനതയാണ്, ഡീമെരിറ്റ്സുകളാണ്. ഈ ഡീമെരിറ്റ്സ്, അയോഗ്യതകളെ ഇത്രയും അഭിഷേകമാക്കി മാറ്റുന്ന ഏറ്റവും സൂപ്പർ ദൈവിക പദ്ധതിയാണ് ഉടമ്പടി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ടെക്നിക്കലായിട്ടിത് മനസ്സിലാക്കിയിട്ടാണ് ഇതിൻ്റെ അകത്ത് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അല്ലെന്നുണ്ടെങ്കിൽ യൂദാസ് പുണ്യാൻ്റെ പെട്ടിക്കൊണ്ടുപോയി അപേക്ഷ കത്തിടുന്ന പോലെ വരും സംഭവം. അപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? നമ്മുടെ ബലഹീനത ആദ്യം ഐഡൻറ്റിഫൈ ചെയ്യണം, പിന്നെ ട്രേസ് ഔട്ട് ചെയ്യണം. എന്തെല്ലാം കാര്യത്തിൽ നമുക്ക് ഓരോ ബലഹീനതയും ദൈവത്തിൻ്റെ വാതിലാണ്. നിൻ്റെ ബലഹീനത എന്താണ്? പണപരമായ ബലഹീനത ഉണ്ട്. ഇപ്പോൾ ആഷിലി എന്താ പറയണത്? അവളുടെ ബലഹീനത എന്താണ്? ഞാൻ മലയാളം മീഡിയത്തിൽ പഠിച്ചതാണ്, അതാണ് സംഭവം, അതാണ് അവളുടെ ബലഹീനത. അപ്പം അതുകൊണ്ട് എനിക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആശിക്കാനോ ആഗ്രഹിക്കാനോ ഒന്നും പറ്റത്തില്ല. പക്ഷേ ഞാൻ കർത്താവിൽ ആശ്രയിക്കും, ഞാൻ കർത്താവിൽ ആശ്രയിക്കും. എനിക്ക് ഇവിടം വരെ നീലഗിരിന്ന ഒരൊറ്റക്ക് വരണ്ടേ ഇവിടം വരെ. അപ്പോൾ ആ കസിൻ ചേച്ചി പറഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്നൊക്കെ അറിയണത്. പക്ഷെ അറിഞ്ഞ ഉടനെ അവൾക്ക് അഭിഷേകം കിട്ടി. എന്താണ്? ഇത് നിൻ്റെ സ്ഥലമാണ്, നീ വന്ന് എത്തേണ്ട സ്ഥലമാണ്. അത് എപ്പോഴും ഓർക്കണം. ഇവിടെ വന്നിരിക്കുന്ന ആൾക്കാരൊക്കെ ഓർക്കണം, ഓൺലൈൻ എന്നെ കേൾക്കുന്നവർ ഓർക്കണം. നിങ്ങൾ വന്ന് എത്തേണ്ട സ്ഥലത്താണ് ദൈവം നിങ്ങൾ എത്തിച്ചിരിക്കുന്നത്. കൈ ഇടിച്ച് കർത്താവിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.
എന്തിനാ അച്ഛൻ ഇങ്ങനെ കേസ് സ്റ്റഡി എടുക്കണത്? കേസ് സ്റ്റഡി ഇപ്പോഴത്തെ പ്രസൻറ്റ് കേസ് സ്റ്റഡി അല്ലേ എടുക്കണം. എല്ലാ ഉടമ്പടി ധ്യാനത്തിലും ആ ആഴ്ചയിലെ സാക്ഷ്യ വിചാരണങ്ങളാണ് ചെയ്യണത്. ആ സാക്ഷ്യ വിചാരണത്തെ സഞ്ചരിക്കുന്ന ദൈവത്തിൻ്റെ പദ്ധതി പ്രയോഗങ്ങളാണ് നിങ്ങൾക്കത് ഒരു മെത്തേഡ്, ഒരു മോഡലായി മാറും. നിങ്ങൾ കരകയറാൻ വേണ്ടിയൊരു മോഡലാണ് അച്ഛൻ നിങ്ങൾക്ക് തരണത്. കണ്ടില്ലേ? ഇപ്പോൾ ഈ ആഷ്ലി എന്താ ചെയ്യണത്? ഇവിടെ ബലഹീനത, ദൈവത്തിൻ്റെ പവർ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്ന ബലഹീനത ഇവിടെ എങ്ങനെയാണ് യൂസ് ചെയ്യണമെന്ന് നോക്കണം. എന്നുവെച്ചാൽ ഇത് ഫുൾ ആൻഡ് ഫുൾ ഇനി എൻ്റെ കയ്യിലല്ല ഇരിക്കണത്, ദൈവത്തിൻ്റെ കയ്യിലാണെന്ന് അവൾ മനസ്സിലാക്കുന്ന കാര്യം എന്താണ്? മലയാളം മീഡിയമാണ്, അതുപോലെ തന്നെ ഇംഗ്ലീഷ് മീഡിയത്തിലുള്ള ആൾക്കാർ പോലും 3 പ്രാവശ്യമൊക്കെയാണ് OIT എഴുതുന്നത്. അതാണ് അത് വ്യത്യാസം. ആ വ്യത്യാസമൊക്കെ മനസ്സിലാക്കണം. കാര്യം മൊഡ്യൂൾസിന് എല്ലാ മൊഡ്യൂൾസും ചിലപ്പോൾ ഹൈ 5 ആയിട്ട് പോകുന്നവർക്ക് ചിലപ്പോൾ എല്ലാ മൊഡ്യൂൾസും ചിലപ്പോൾ അവർ കർവ് ചെയ്യായിരിക്കും. പക്ഷേ ഇംഗ്ലീഷ് മീഡിയം ആൾക്കാർ പോലും ഒരു 2-3 പ്രാവശ്യമൊക്കെ OIT എഴുതുമ്പോഴാണ് എല്ലാ മൊഡ്യൂൾസൊക്കെ ഒത്തുവരണത്. അപ്പോൾ ആ സമയത്ത് മലയാളം മീഡിയത്തിൻ്റെ കാര്യം ഭയങ്കര കഷ്ടമല്ലേ. പക്ഷേ അവൾക്ക് എന്തുകൊണ്ട് കോൺഫിഡൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് കർത്താവ് ഇത് വർക്ക് ചെയ്യുമെന്നുള്ളപ്പോൾ അവളുടെ മനസ്സിരിക്കണം എന്താണ്? അവളുടെ ബലഹീനതയെ ബലം പ്രാപിക്കാനുള്ള ഒരു പാത്രമാണ്, അവസ്ഥയാണ്. നമ്മുടെ ബലഹീനത എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ എന്താ ബലഹീനത എന്ന് ഉദ്ദേശിക്കുന്നത്? എന്താണ്? കുറവ്, ഏതെങ്കിലും വിധത്തിലുള്ള നമ്മുടെ കുറവാണ്. ചിലപ്പോൾ പണപരമായ കുറവായിരിക്കാം, ചിലപ്പോൾ വിദ്യാഭ്യാസ കുറവായിരിക്കാം, ആരോഗ്യമായ കുറവായിരിക്കാം. ഇപ്പം ഞാനൊക്കെ രക്ഷപ്പെട്ട് നിൽക്കുന്നത് ആരോഗ്യമായ കുറവിലല്ലേ. ആരോഗ്യമായ കുറവിൽ 4 രോഗങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. സെക്യൂനായിൽ ഇൻ്റർവ്യൂ പറഞ്ഞിട്ടില്ലേ? 4 രോഗങ്ങളുണ്ട്. എത്രയോ വർഷങ്ങൾ കൊണ്ടു നടക്കുന്നതാണ്. അതെല്ലാം ഈ ബലം പ്രാപിക്കാനുള്ള ഒരു വിഷയമായിട്ട് എപ്പോഴും സമർപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അത് സൗഖ്യപ്പെടണമെന്ന് അല്ലെങ്കിൽ രക്ഷപ്പെടണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ല. എന്താ കാര്യം? കർത്താവിൻ്റെ ആഗ്രഹം മറിച്ചാണെങ്കിൽ നമുക്ക് തിരിച്ചാഗ്രഹിക്കാൻ പറ്റുമോ? കർത്താവ് നമ്മളെ ശക്തിപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു ഇടമായിട്ടാണ് ബൈബിൾ എന്താ പറയണത്? ബലഹീനതയിലാണ് ദൈവത്തിൻ്റെ ശക്തി പ്രവർത്തിക്കുന്നത്. അപ്പോൾ എന്നെ ശക്തീകരിക്കാൻ വേണ്ടി ദൈവം വെച്ചിരിക്കുന്ന അല്ലെന്ന് നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും? അതുകൊണ്ട് ബുദ്ധിപരമായിട്ട് ആധ്യാത്മിക ജ്ഞാനമുള്ളവർ ഒരിക്കലും ഈ ബലഹീനത ഓർത്തുകൊണ്ട് സ്തുതിക്കുകയുള്ളൂ. അതാണ് പൗലോസ് ചെയ്യണത്. ഞാൻ എൻ്റെ ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ യേശുവേ നന്ദി. യേശുവേ ആരാധന. ഹല്ലേലൂയ. 2 കൊരിന്തോസ് 12:9 ഇത് രണ്ടാമത്തെ ബേസിക് വേർഡാണ് ഉടമ്പടിയുടെ. എന്നാൽ അവിടുന്ന് എന്നോട് അരുളി ചെയ്തു. പറഞ്ഞു എന്നാൽ അവിടുന്ന് എന്നോട് അരുളി ചെയ്തു. നിനക്ക് എന്റെ കൃപ മതി. എന്തെന്നാൽ ബലഹീനതയിലാണ് എന്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. അടുത്ത വായിച്ചു. ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ പൂർവാധികം സന്തോഷത്തോടെ എന്റെ ബലഹീനതയെ കുറിച്ച് പ്രശംസിക്കും. അതാണ് വിഷയം. ഇപ്പം എന്തെങ്കിലും ഒരു ഡീമെറിറ്റ്സ് വന്നാൽ അത് നമുക്ക് പ്രൈസ് ആൻഡ് വർഷിപ്പിൻ്റെ ഭാഗമാക്കി മാറ്റണം. മനസ്സിലായില്ലേ? എന്തെങ്കിലും ഡീമെറിറ്റ്സ് വന്നാൽ, ഇപ്പം സൗന്ദര്യക്കുറവ് വന്ന്, ആരോഗ്യക്കുറവ് വന്ന്, സാമ്പത്തിക കുറവ് വന്ന്, വിദ്യാഭ്യാസക്കുറവ് വന്ന്, അല്ലെങ്കിൽ നിന്നെ തിരക്കാനോ നോക്കാനോ അന്വേഷിക്കാനോ നിൻ്റെ കല്യാണം ആലോചിക്കാനോ വേണ്ടപ്പെട്ട ആൾക്കാരില്ലായ്മ വന്നു, അവർ മരിച്ചു പോവുകയെല്ലാം ചെയ്ത്, എൻ്റെ മക്കളെ ആരെയും കണ്ടുകൊണ്ടല്ല ആരെയും സൃഷ്ടിച്ചിരിക്കണത്. നിങ്ങൾ വിചാരിക്കുക എൻ്റെ അപ്പനുണ്ടായിരുന്നെങ്കിൽ, എൻ്റെ ആങ്ങളെ ഉണ്ടായിരുന്നെങ്കിൽ. ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഡേഞ്ചറസ് ആൻഡ് നോൺസെൻസ് വേർഡ്. മരിച്ചുപോയി ആൾക്കാരുണ്ടായിരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ആർ ഡീപ്പോർട്ടിങ് ദ വേർഡ് ഓഫ് ഗോഡ്. യു ആർ ഡീപ്പോർട്ടിങ് ദ പ്രസൻസ് ഓഫ് ഗോഡ്. നിങ്ങൾ മരിച്ചുപോയ ആൾക്കാർ നിങ്ങൾക്ക് ഇന്നുണ്ടായിരുന്നെങ്കിൽ, നിങ്ങളെ സഹായിച്ചതെന്ന് നിങ്ങൾ ഇന്ന് പറയുന്നുണ്ടെങ്കിൽ, വാട്ട് ഈസ് ആക്ച്വലി യു ആർ ഡൂയിങ്? യു ആർ ഡീപ്പോർട്ടിങ് ദ പ്രസൻസ് ഓഫ് ഗോഡ്. നിങ്ങൾ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ നിരാകരിക്കുകയാണ് ചെയ്യണത്. കൈ ഇടിച്ച് കർത്താവിനെ നിന്റെ മാത്രം കണ്ട് മുന്നേറുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ.
എക്സ്ട്രാക്ഷൻ എപ്പോഴും പ്രശ്നമാണ്. എക്സ്ട്രാക്ഷൻ ഉടമ്പടിയുടെ പ്രധാനപ്പെട്ട ഒരു അഭ്യാസമാണ് എക്സ്ട്രാക്ഷൻ. എക്സ്ട്രാക്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ചില ആൾക്കാർ, ചില മൂത്ത മക്കൾ വീട്ടിൽ കയറാതെ നടക്കും. അവർക്കെല്ലാം കഴിച്ച് സെറ്റിൽഡായി. അവർ പറഞ്ഞ് ഭാഗ ഉടമ്പടി അവർക്ക് വീട് വെക്കാൻ വേണ്ടി സ്ഥലം കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ 2 മക്കൾ വേറെ ഉള്ളത് കാരണം അപ്പം സ്ഥലം കൊടുക്കണില്ല. 2 മക്കൾ വേറെ ഉണ്ടല്ലോ, അതുകൊണ്ട് കൊടുക്കണില്ല. ഒരു മകളെ കെട്ടിച്ചിട്ടുമില്ല, അതുകൊണ്ട് അപ്പം കൊടുക്കണില്ല. അപ്പം മൂത്ത മകന് മാത്രമേ ശമ്പളമുള്ളൂ. കാശ്മി മൂത്ത മകന് മാത്രമേ ശമ്പളമുള്ളൂ. അവൻ്റെ ശമ്പളം കൊണ്ടാണ് അമ്മയുടെ മരുന്നൊക്കെ വാങ്ങിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോകണത്. ഇപ്പം അവൻ അതിൻ്റെ വകുപ്പിൽ ചോദിച്ചിരിക്കുകയാണ്. എന്താ ചോദിച്ചിരിക്കുന്നത്? അവൻ്റെ ഭാഗ ഉടമ്പടിയിൽ അവൻ്റെ സ്ഥലം വേണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അവൻ്റെ സ്ഥലം അവന് കൊടുത്തു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് കൊടുക്കാൻ ഉണ്ടാകത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു പൊതുധാരണ, എല്ലാവർക്കൊക്കെ ജോലി കിട്ടിയിട്ട് അവസാനമാണ് അപ്പൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ അവനത് കൊടുക്കാത്ത കൊണ്ട് ഇപ്പം അവൻ വീട്ടിൽ കയറണില്ല. വീട്ടിൽ കയറുന്നില്ലെങ്കിൽ എന്ത് പറ്റും? ശമ്പളം കിട്ടത്തില്ല. അപ്പോൾ ഞാനിങ്ങനെ മാറി നിന്നാൽ നിങ്ങൾ എങ്ങനെ ജീവിക്കുമെന്ന് അറിയാമല്ലോ. മനസ്സിലായില്ല? ഞാനിങ്ങനെ മാറി നിന്നാൽ നിങ്ങൾ ഓർക്കുക, ഓരോ മനുഷ്യന്മാരും കർത്താവ് ഒരു വാക്ക് വല്ലാതെ അങ്ങ് പറഞ്ഞിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഭൂമിയിൽ ആരെയും നിങ്ങൾ പിതാവെന്ന് വിളിക്കരുത്. 10:23 മത്തായി സുവിശേഷം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന. യേശുവേ ആരാധന ആരാധന ആരാധന. യേശുവേ ആരാധന. വായിച്ചോളൂ. മത്തായി 10:23 വായിച്ചോളൂ. മത്തായി ശ്ലീഹയുടെ സുവിശേഷം 23-ാം അധ്യായം 9-ാം തിരുവചനം. ഭൂമിയിൽ ആരെയും നിങ്ങൾ പിതാവെന്ന് വിളിക്കരുത്. ഏറ്റു പറഞ്ഞ ഭൂമിയിൽ ആരെയും നിങ്ങൾ പിതാവെന്ന് വിളിക്കരുത്. എന്താ ഉദ്ദേശിക്കുന്നത്? അപ്പനെ എൻ്റെ അപ്പാന്ന് വിളിക്കണം, അതല്ല ഉദ്ദേശം. അതായത് അപ്പനെന്ന് പറയുന്നത് ആരാണ്? എല്ലാം സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ആളാണല്ലേ. ഈ പരിപാലകന്മാരുടെ വേഷം കെട്ടി ഒത്തിരി ആൾക്കാർ വീട്ടിലുണ്ട്. അതാണ് വിഷയം. പരിപാലകന്മാരുടെ അപ്പൻ്റെ സ്ഥാനത്ത് പരിപാലകന്മാരുടെ വേഷം കെട്ടി ഒത്തിരി പേര് വീട്ടിലുണ്ടാകും. ഇവരെയൊക്കെ നിങ്ങൾ വല്ലാതെ അങ്ങ് ആദരിച്ചു. അവനെ പിണക്കരുത് കേട്ടാ, അവന് ടച്ച് പോയാൽ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിക്കും. അവനെ പിണക്കരുത് കേട്ടാ, ഇവനെ പിണക്കരുത് കേട്ടാ. ഇങ്ങനെ ഈ ചില മരുമക്കൾ വീട്ടിൽ വരുമ്പോൾ അമ്മായിയമ്മ വരെ ഓച്ചാനിച്ച് നിൽക്കണം കണ്ടിട്ടില്ലേ? എന്താണ്? അവൻ്റെ കാഴ്ച കൊണ്ടാണ് ചിട്ടിയൊക്കെ ജാമ്യത്തിലിട്ടൊക്കെ വെച്ചിരിക്കണത്. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തർക്ക് ആവശ്യമില്ലാത്ത മേൽക്കൈ വീടുകളിൽ കിട്ടും. ഇവരെല്ലാം അപ്പൻ്റെ സ്ഥാനം അപഹരിക്കും. അതാണ് വിഷയം. അപ്പൻ്റെ സ്ഥാനം അപഹരിച്ചാൽ ദൈവത്തിൻ്റെ സ്ഥാനം അപഹരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ യു ഷുഡ് നോട്ട് ഗീവ് മോർ ഇമ്പോർട്ടൻസ് ടു എനിബഡി ഇൻ യുവർ ലൈഫ്. അത് എക്സ്ട്രാക്ഷനാണിത്. മനസ്സിലായില്ലേ? അതായത് ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ആർക്കും പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ ദൈവത്തിന് ആ കുടുംബത്തിൽ സ്ഥാനമില്ല. നിൻ്റെ കുടുംബത്തിൽ, നിൻ്റെ ജീവിതത്തിൽ ദൈവത്തിന് സ്ഥാനമില്ലാതെ ഏതെങ്കിലും കാലത്ത് വന്നിട്ടുണ്ടെങ്കിൽ അതിന് ഒരു കാരണം നീ ദൈവത്തെക്കാൾ ഏറെ ആർക്കോ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. ക്യാച്ച് ഇറ്റ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ യേശുവേ ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ. നാഥാ നീ മതിയേ നിൻ കൃപ മതി.
പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ മക്കളെ പ്രശ്നം എന്ന് പറയുക, ക്രിസ്തുവിൻ്റെ പവർ ഓഫ് ഗോഡിൽ ഡൗൺലോഡ് ചെയ്യണതിന് മുമ്പ് ഉണ്ടാകുന്ന ഒരു പരിസര ഒരുക്കമുണ്ടല്ലോ. ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ചല്ലേ നമ്മൾ ധ്യാനിക്കുന്നത്. ദൈവത്തിൻ്റെ ശക്തി വരുന്നതിന് മുമ്പ് ഒരു പരിസര ഒരുക്കമുണ്ട്. അതിലൊന്ന്, ആരെ ഭയപ്പെടണമെന്ന് ഞാൻ പറഞ്ഞു തരാം. നീ ഭയപ്പെടുന്ന ആളാണ് നിൻ്റെ ദൈവം. മനസ്സിലായില്ലേ? ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ആരെ ഭയപ്പെടണമെന്ന് ഞാൻ പറയാം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ. ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ആരാധന 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 ആരാധന. യേശുവേ നന്ദി, മഹത്വം 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 മഹത്വം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ലൂക്ക 12:5. എന്നാൽ നിങ്ങൾ ആരെ ഭയപ്പെടണമെന്ന് ഞാൻ മുന്നറിയിപ്പ് തരാം. കൊന്നതിന് ശേഷം നിങ്ങളെ നരകത്തിലേക്ക് തള്ളിക്കളയാൻ അധികാരമുള്ളവനെ ഭയപ്പെടുവിൻ. വചനം ഒന്നിന് വായിച്ചേ. ലൂക്ക 12:5. 12:5. ലൂക്ക 12:5. എന്നാൽ നിങ്ങൾ ആരെ ഭയപ്പെടണമെന്ന് ഞാൻ മുന്നറിയിപ്പ് തരാം. കൊന്നതിന് ശേഷം നിങ്ങളെ നരകത്തിലേക്ക് തള്ളിക്കളയാൻ അധികാരമുള്ളവനെ ഭയപ്പെടുവിൻ. പ്രിയപ്പെട്ടവരെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തെ മാത്രം ഭയപ്പെട്ടാൽ മതിയെന്നാണ്. ദൈവത്തെ ഭയപ്പെടാതെ വേറെ ആരെങ്കിലും ഭയപ്പെടുന്നുണ്ടെങ്കിൽ ഉടമ്പടി പ്രകാരമുള്ള ശക്തി ധരിക്കാനുള്ള സാധ്യത കുറവാണ്. മനസ്സിലായില്ലേ? വി ആർ മെഡിറ്റേറ്റിംഗ് അബൌട്ട് ദ ഡൗൺലോഡിങ് ഓഫ് ദി പവർ ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ശക്തി ആവശ്യിക്കുന്നതിനെക്കുറിച്ചാണ് നമ്മൾ ഇപ്പോൾ സംസാരിക്കുന്നത്. ശക്തി ആവശ്യിക്കുന്നതാണ് നമ്മുടെ ഫണ്ടമെൻ്റൽ ഒരു ഓപ്ഷൻ്റെ അകത്ത് ഉള്ളത്. ഉടമ്പടി വർക്ക് ചെയ്യേണ്ടത് അങ്ങനെയാണ്. പക്ഷേ ശക്തി ആവശ്യിക്കുന്നതിൻ്റെ തടസ്സം എന്താണ്? നമ്മുടെ ഭയപ്പാടുകളാണ്. നമ്മൾ ആർക്കോ ഓവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു. ദൈവത്തിൻ്റെ സ്ഥാനത്ത്, അല്ലെങ്കിൽ അപ്പൻ്റെ സ്ഥാനത്ത്, പരിപാലകൻ്റെ സ്ഥാനത്ത് വേറെ ആൾക്കാരെ കാണുന്നു. അവിടെയാണ് അവർ ദൈവത്തിൻ്റെ സ്ഥാനം അപഹരിച്ചിരിക്കണം, നമ്മൾ അറിയുന്നില്ല. പിന്നെ നമ്മൾ അത് നമ്മുടെ ആന്തരികമായ മനസ്സിൽ വേറെ എന്തിനെയോ ഭയപ്പെടുന്നു. പക്ഷേ നീ എന്തിനെയാണ് ഭയപ്പെടുന്നത്? ആർക്കാണ് കൂടെ പ്രാധാന്യം കൊടുക്കുന്നത്? അത് നീ ചിന്തിക്കുക. അപ്പോൾ അത് ചിന്തിച്ചിട്ട് അങ്ങനെയുള്ള വിഷയം എലിമിനേറ്റ് ചെയ്യണം, വിട്ടുപോരാനാണ് ബൈബിൾ പറയണത്. അത് ബൈബിള് വളരെ കർക്കശമായിട്ട് പറയുന്ന ഒരു വിഷയമാണ്. നിങ്ങൾ അവരെ വിട്ടുപോരണം. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. 2 കൊരിന്ത്യൻസ് 6:17. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ. 2 കൊരിന്ത്യൻസ് 6:17. 2 കൊരിന്ത്യൻസ് 6:17. ആകയാൽ നിങ്ങൾ അവരെ വിട്ട് ഇറങ്ങി വരികയും അവരിൽ നിന്ന് വേർപിരിയുകയും ചെയ്യുവിൻ എന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. അശുദ്ധമായതൊന്നും നിങ്ങൾ തൊടുകയും അരുത്. അപ്പോൾ ഞാൻ നിങ്ങളെ സ്വീകരിക്കും. ഞാൻ നിങ്ങൾക്ക് പിതാവും നിങ്ങൾ എനിക്ക് പുത്രന്മാരും പുത്രികളും ആയിരിക്കും എന്ന് സർവശക്തനായ കർത്താവ് അരുൾ ചെയ്യുന്നു. ഈ 2 കൊരിന്ത്യൻസ് 6:17-18 വചനത്തോടാണ് നമ്മൾ മത്തായിയുടെ സുവിശേഷത്തിൻ്റെ 23:9 ലിങ്ക് ചെയ്യേണ്ടത്. എന്താ സംഭവം? മത്തായി 23:9 എന്താ പറയണത്? നിങ്ങൾ ഭൂമിയിൽ ആരെയും പിതാവെന്ന് വിളിക്കരുത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, പിതാവിൻ്റെ സ്ഥാനത്ത് നിങ്ങൾ കാണുന്ന ആൾക്കാരെ അവർ ദൈവത്തിൻ്റെ സ്ഥാനം അപകരിച്ചുകൊണ്ട് അവിടെ ചടഞ്ഞുകൂടി ഇരിക്കുകയാണ്. അവർ ഇല്ലെങ്കിൽ നിങ്ങൾ എന്താണ്ട് ഒലിച്ചു പോകുന്നതാണ് അവർ നിങ്ങളെ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. ഇങ്ങനെ കുറേ ആൾക്കാരെ കണക്ട് ചെയ്താണ് നിങ്ങളുടെ ജീവിതം പോണത്. ദിസ് ഈസ് സ്പിരിച്വലി നോൺസെൻസ്. ഇത് വെരി സീരിയസ് വിഷയമാണിത്. നിങ്ങളിൽ ചില ആൾക്കാർക്ക് കൃപ ഡൗൺലോഡ് ചെയ്യണ കാര്യം പറഞ്ഞപ്പോഴേ
കർത്താവിൻ്റെ വചനം എന്താ പറഞ്ഞത്? 2 കൊറിന്ത്യർ 12:10 എന്താ പറഞ്ഞത്? ഒന്ന് വായിച്ചേ. 2 കൊറിന്ത്യർ 12:10 ഒന്നൊരു വായിച്ചേ. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. 2 കൊരിന്ത്യർ 12:10. അതുകൊണ്ട് ബലഹീനതകളിലും ആക്ഷേപങ്ങളിലും ഞെരുക്കങ്ങളിലും പീഡനങ്ങളിലും അത്യാഹിതങ്ങളിലും ഞാൻ ക്രിസ്തുവിനെ പ്രതി സന്തുഷ്ടനാണ്. എന്തെന്നാൽ ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കുന്നത്. ഈ അതായത് എന്താ പ്രശ്നത്തില്ല, അതൊക്കെ മുമ്പൊരു വചനം ഉണ്ടായിരുന്നു. 9 ക്രിസ്തുവിന്റെ ശക്തി എന്ന് പറഞ്ഞ ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ പൂർവാധികം സന്തോഷത്തോടെ എന്റെ ബലഹീനതയെ കുറിച്ച് പ്രശംസിക്കും. അതായത് ഈ വേടിലെല്ലാം ഒരു പ്രധാനപ്പെട്ട വാക്ക് വിട്ടുപോയിരുന്നു. അതായത് കർത്താവിൻ്റെ ശക്തി പൂർണ്ണമായി, ആ വാക്ക് വായിച്ചേ, ട്രേസ് ഔട്ട് ചെയ്ത് വായിക്കുക. ശ്രുതികട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 2 കൊരിന്ത്യർ 12:9. നിനക്ക് എന്റെ കൃപ മതി. എന്തെന്നാൽ ബലഹീനതയിലാണ് എന്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. അതാണ് സംഭവം. പൂർണ്ണമായി എൻ്റെ ശക്തി പ്രകടമാകുന്നതിന് എന്നല്ല എഴുതിയിരിക്കണത്. എൻ്റെ ശക്തി പൂർണ്ണമായി. ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന പല ശക്തിയിലും അപൂർണതയുണ്ട്. മനസ്സിലായില്ലേ? നമുക്ക് ദൈവത്തിന് ശക്തി കിട്ടിയിട്ടുണ്ട്. അതിൽ ഇത്രയും സാക്ഷി ആൾക്കാർ പറയത്തില്ലല്ലോ. പക്ഷെ പലയിടത്തും അപൂർണത വരാൻ കാരണം ഈ ദൈവത്തിൻ്റെ കസേര കയറി ചില ഏടാകൂടങ്ങൾ അപ്പൻ്റെ സ്ഥാനത്ത് ഇരിക്കുന്നുണ്ട്. നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്ന വ്യക്തികൾ, ചിലപ്പോൾ നിങ്ങളുടെ ലവറായിരിക്കും. അവൻ ചിലപ്പോൾ നിന്നോട് പറയും, ഇന്ന് നീ ഒന്നും ഉടമ്പടി എടുക്കേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞാൽ നീ പിന്നെ പോകത്തില്ലല്ലോ. നീ ഉടമ്പടി എടുത്തേച്ച് നിൻ്റെ പെണ്ണ് പോകും. ഇപ്പം നിങ്ങൾ 10 സ്ഥാനമായ ഞാൻ ഇങ്ങനെ ഉദ്ദേശിച്ചില്ല എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ പിന്നെ ദൈവമായിട്ട് കണക്ഷൻ പോകും. അപ്പം നിങ്ങളുടെ ദൈവമായിട്ടുള്ള ഇടപാടുകളെ ആരാണ് റിമോട്ട് കൺട്രോൾ ചെയ്യണത്? അദൃശ്യ ശക്തിയാണ്. പൈശാചികമായ അദൃശ്യ ശക്തികൾ മനുഷ്യനെ കെട്ടിയിട്ടിട്ടുണ്ട്. അതൊന്ന് ചിലപ്പോൾ നിങ്ങളുടെ ഭർത്താവിൻ്റെ, നിങ്ങളുടെ ചേച്ചിയുടെ ഭർത്താവായിരിക്കാം, അല്ലെങ്കിൽ അളിയനായിരിക്കാം, അല്ലെങ്കിൽ മൂത്ത മകളെ കെട്ടിയിരിക്കുന്ന മരുമകനായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ തന്നെ ജോലിയുള്ള ആളായിരിക്കാം. ഈ കുടുംബത്തെ പ്രൊട്ടക്റ്റ് ചെയ്യണത് ഞാനാണെന്ന് മീശ പിരിക്കണത് ആരായാലും ശരി, അപ്പൻ്റെ സ്ഥാനത്ത് ദൈവത്തിൻ്റെ സ്ഥാനത്ത് കയറിയിരിക്കുകയാണ്. അയാളുടെ ആജ്ഞാവർത്തികളും അടിമകളുമായിട്ട് നിങ്ങൾ ജീവിക്കുകയാണ്. മനസ്സിലായ? അടിമകളാണെങ്കിൽ ഒരിക്കലും അവർ വീട്ടിൽ വസിക്കണില്ല. അതാണ് വിഷയം. നിങ്ങൾ അടിമകളാണോ, ആരുടെയെങ്കിലും അടിമകളാണോ എങ്കിൽ അവരെ വിട്ട് പോരേണ്ടി വരും. അടിമകളാണോ നിങ്ങൾ ചിന്തിക്കണം. എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പോഴും യജമാനന്മാരെ സൂക്ഷിക്കുന്നത് കൊണ്ടാണ്. കൈ ഇടിച്ച് കർത്താവിനെ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വാതന്ത്ര്യത്തിലേക്കാണ് വിളിച്ചിരിക്കുന്നതെന്നുള്ള വലിയ ബോധ്യത്താൽ നമ്മളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, ഞങ്ങളുടെ എല്ലാ ബലഹീന സാഹചര്യങ്ങളെയും കർത്താവിനോട് ചേർത്ത് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ മേഖലകളിലും ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രാർത്ഥിച്ചുകൊണ്ട് നിന്റെ ശക്തി സ്വീകരിക്കുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ കൃപ നിനക്കു മതി, കർത്താവിൻ തിരുവചനം. എന്റെ കൃപ
അതിശയമായി നടത്തിടുന്നു. അനശ്വരമായ വചനമതേ അതിശയമായി നടത്തി. കൈകൾ ഉയർത്തി. കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ യേശുവേ ആരാധന ആരാധന ആരാധന. ഹല്ലേലൂയ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, പരിശുദ്ധാത്മാവിൻ്റെ ഒരു പഠിപ്പിക്കലാണ് ഇത്. നിങ്ങൾ ഓപ്പൺ ഫൈറ്റിന് വേണ്ടി ഞാൻ പറയണതല്ല. ഇങ്ങനെയുള്ള സ്ഥാനങ്ങളിൽ നിങ്ങൾ ആവശ്യമില്ലാത്ത ആരാധനയും അവകാശങ്ങളും കൊടുത്ത് അവകാശം കൊടുത്ത് ആരെങ്കിലും ആശ്രയിക്കുന്നുണ്ടെങ്കിൽ അവർ നിങ്ങളുടെ കൃപയെ ഡിമിനിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പറയാൻ മനസ്സിലായില്ല? ആവശ്യമില്ലാത്ത ആരാധനയും അവകാശം കൊടുത്ത് നിങ്ങൾ ആരെങ്കിലും ആശ്രയിക്കുന്നുണ്ടെങ്കിൽ അവർ നിങ്ങളുടെ കൃപയെ പൂർണ്ണ തോതിൽ ദൈവം പ്രവർത്തിക്കുന്നതിന് വിഖ്യാതമായി നിൽക്കുകയാണ്. ഇത് നയതന്ത്രപരമായിട്ടാണ് അവരെ നിങ്ങൾ സൈഡ് ലൈൻ ചെയ്യേണ്ടത്, അല്ല ഡയറക്റ്റ് അറ്റാക്ക് ചെയ്തുകൊണ്ടല്ല. മനസ്സിലായോ? ഡയറക്റ്റ് അറ്റാക്ക് ചെയ്യേണ്ടത് ഇംപ്രൂഡൻസ് ആണ്. ഇറ്റ് അഗൻസ്റ്റ് പ്രൂഡൻസ്, വിവേകത്തിനെതിരാണ്. പക്ഷേ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾക്ക് ഒരു സ്ഥാനം ഇത് ഇത്രയേ ഉള്ളൂ. ആരെങ്കിലും പേടിക്കരുതെന്ന് അർത്ഥം. മനസ്സിലായില്ലേ? ആരെങ്കിലും നിങ്ങൾ ഞാനിപ്പോൾ സപ്പോർട്ട് വലിച്ചു കളയും. ചില ആൾക്കാർ, ചില ഘടകകക്ഷികൾ അവർ ഭരണകക്ഷിക്കുള്ള പിന്തുണ വലിക്കുമ്പോൾ ഉടനെ മന്ത്രിസഭ പോകുകയില്ലേ? അങ്ങനെയുള്ള അഭ്യാസങ്ങളൊന്നും നിൻ്റെ അടുത്ത് വേണ്ട. എന്നെ സൃഷ്ടിച്ച എൻ്റെ കർത്താവാണെന്ന് നീ പറയണം. കൈ ഇടിച്ച് കർത്താവ് എല്ലാ സാഹചര്യങ്ങളിലും ഏത് സാഹചര്യങ്ങളിലും യേശുവിൽ മാത്രം ആശ്രയം വെച്ച് മുന്നേറുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് അതെന്താ സംഭവം എന്ന് വെച്ചാൽ ഇങ്ങനെ പറയണത്, അദൃശ്യരായ യജമാനന്മാരെ സൂക്ഷിക്കരുതെന്ന് പറയാൻ കാരണം ആരാധനയുടെ ബേസിക് പ്രീ റെക്വസിസ്റ്റ് ഒരു ദൈവത്തെ നിങ്ങൾക്ക് ആരാധിക്കണമെന്നുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങൾക്ക് 10ാം ക്ലാസ്സിൽ 11ാം ക്ലാസ്സിൽ +2 +1 നിങ്ങൾക്ക് അഡ്മിഷൻ വേണം. അതിൻ്റെ ബേസിക് പ്രീ റെക്വസിസ്റ്റ് എന്താണ്? 10ാം ക്ലാസ് മര്യാദയ്ക്ക് പാസ്സായിരിക്കണമെന്നല്ലേ? ഇല്ലേ? അത് തന്നെയാണ്. നിങ്ങൾക്ക് ആരാധിക്കണമെന്നുണ്ടെങ്കിൽ യജമാനന്മാരെ നിങ്ങൾ പുറത്താക്കേണ്ടി വരും. എന്താണ്? അടിമകൾക്ക് ആരാധനയില്ല. ഉറപ്പല്ലേ? നിങ്ങളിപ്പോൾ ഓരോ ആൾക്കാരുടെയും ഇങ്ങനെ ഭീഷണി പുറത്ത് അവരുടെ ഉപജാപത്തിൽ അവരെ ഇപ്പോൾ ചിലർ പറയത്തില്ല, ചിലർ പള്ളി വിടത്തില്ല, ചില ആൾക്കാർ പ്രാർത്ഥിക്കാൻ അനുവദിക്കത്തില്ല, ചില ആൾക്കാർ കുടുംബ പ്രാർത്ഥന അംഗീകരിക്കത്തില്ല. ഇങ്ങനെയുള്ള യജമാനന്മാരുടെ അടിമകൾക്ക് ഒരിക്കലും ആരാധനയ്ക്ക് അവകാശമില്ല. അടിമകൾക്ക് ആരാധനയ്ക്ക് അവകാശമില്ലെന്ന് പറയുന്ന ഒരേ ഒരു പുസ്തകമാണിത്. മോസസ് എന്തുകൊണ്ടാണ് ഫറവോയോട് പറയണത്? എൻ്റെ ജനത്തെ വിട്ടുതരാൻ ദൈവം ആഗ്രഹിക്കുന്നു. നീ എൻ്റെ ജനത്തെ അടിമകളാക്കി വെച്ചിരിക്കുകയാണ്. അവരെ സ്വതന്ത്രരാക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. എന്തിനാണ്? മരുഭൂമിയിൽ എന്നെ വന്ന് ആരാധിക്കാൻ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ആരാധന ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പുറപ്പാട് 7:16. വായിച്ചോളൂ. നീ അവനോട് പറയണം. വേർഡ് ഓഫ് ഗോഡ്.
പുറപ്പാട് 7:16. പുറപ്പാട് 7:16. നീ അവനോട് പറയണം, നീ അവനോട് പറയണം, ഹെബ്രായരുടെ ദൈവമായ കർത്താവ് എന്നെ നിന്റെ അടുത്തേക്ക് അയച്ചത് മരുഭൂമിയിൽ എന്നെ ആരാധിക്കാൻ എന്റെ ജനത്തെ അയക്കുക എന്ന് ആവശ്യപ്പെടാനാണ്. അതാണ് പ്രശ്നം. അടിമകളുടെ വെച്ചിരിക്കുന്ന ഹെബ്രായ ജനത്തെ മോചിപ്പിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? ആരാധിക്കാൻ വേണ്ടിയാണ്. കാര്യം എന്താണ്? ആരാധന എന്ന് പറയണത് ദൈവത്തിൻ്റെ പുതുത്വത്തിൻ്റെ മുഴുവൻ സംവിധാനങ്ങളും പരിപാലനകളും തൻ്റെ സൃഷ്ടിക്ക് ലഭിക്കുന്ന ഏറ്റവും മഹനീയമായ ശുശ്രൂഷയാണ്. കൈ ഇടിച്ച് കർത്താവിനെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, യേശുവേ ആരാധന, 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 യേശുവേ ആരാധന. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നേ സ്തുതിക്കട്ടെ. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ധ്യാനത്തിന് ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ.